ലൈംഗികാതിക്രമം നടത്തിയെന്ന ചലച്ചിത്ര നടിയുടെ പരാതിയിൽ 7 പേർക്കെതിരെയാണ് പോലീസ് കൊച്ചിയിൽ കേസെടുത്തത്. കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ, എം മുകേഷ് MLA, ജയസൂര്യ, ഇടവേള ബാബു, മണിയൻപിള്ള രാജു, നോബിൾ, വിച്ചു എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. പരാതിയിൽ നടപടി സ്വീകരിച്ചതിൽ സന്തോഷമുണ്ടെന്നും സർക്കാരിനോട് നന്ദിയുണ്ടെന്നും പരാതിക്കാരി പ്രതികരിക്കുകയും ചെയ്തു. ലൈംഗിക പീഡന പരാതിയിൽ നടൻ മുകേഷിന്റെ അറസ്റ്റ് എറണാകുളം സെഷൻസ് കോടതി തടഞ്ഞിട്ടുമുണ്ട്. മുകേഷ് സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച് അടുത്ത മാസം 3 വരെയാണ് അറസ്റ്റ് തടഞ്ഞത്. അതേസമയം തന്നെ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ഉന്നയിച്ച ലൈംഗികാരോപണ കേസിൽ അതിൽ സംവിധായകൻ ജോഷി ജോസഫിനോട് ഈ വിവരങ്ങൾ താൻ വെളിപ്പെടുത്തിയെന്ന് അന്ന് തന്നെ ബംഗാളി നടി പറഞ്ഞതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ജോഷി ജോസഫിന്റെ മൊഴിയും ഇന്ന് രേഖപ്പെടുത്തിയിരുന്നു. സാലി മുഹമ്മദ് വിശദമായ വിവരങ്ങളുമായി. ആലുവ സ്വദേശിനി നൽകിയ പീഡന പരാതിയിൽ നിർണായകമായ നടപടിക്രമങ്ങൾ പോലീസ് ആരംഭിച്ച ദിവസമാണിന്ന്. 6 പേർക്കെതിരെ കേസെടുത്തു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇടവേള ബാബു, മുകേഷ് ഉൾപ്പെടെയുള്ള 6 പേർക്കെതിരെയാണ് കേസെടുത്തത്. അതിൻ്റെ തുടർ നടപടികളിലേക്കും കടന്നു. മണിയൻപിള്ള രാജു, പ്രൊഡക്ഷൻ കൺട്രോളർമാരായ നോബിൾ, വിച്ചു, കോൺഗ്രസ് നേതാവ് അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്നിങ്ങനെയാണ് ഈ 6 പേർക്കെതിരെയുള്ള കേസ്. മണിയൻപിള്ള രാജുവിനെതിരെ ഫോർട്ട് കൊച്ചി പോലീസും, നോബിളിനെതിരെ പാലാരിവട്ടം പോലീസും, വിച്ചുവിനെതിരെ നെടുമ്പാശ്ശേരി പോലീസും, മുകേഷിനെതിരെ മരട് പോലീസുമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അതിൻ്റെ തുടർ നടപടികളിലേക്ക് സ്വാഭാവികമായും പോലീസ് കടന്നു. ഇന്നലെ വിശദമായ മൊഴി ഈ യുവതിയുടെ രേഖപ്പെടുത്തിയിരുന്നു. തുടർന്നാണ് തുടർ നടപടികളിലേക്ക് കടന്നത്. ഏതായാലും വളരെ ഗുരുതരമായ വകുപ്പുകളാണ് അവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. എല്ലാം ജാമ്യമില്ലാ വകുപ്പുകളാണ്. IPC 354, 509, 452 തുടങ്ങിയ വകുപ്പുകളാണ് പലർക്കുമെതിരെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യമില്ലാത്ത വകുപ്പുകളായതുകൊണ്ട് തന്നെ പലരും മുൻകൂർ ജാമ്യ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ഹൈക്കോടതിയെയും സെഷൻസ് കോടതിയൊക്കെ സമീപിക്കാനുള്ള നടപടികൾ പലരും ആരംഭിച്ചു. ചിലർ അഭിഭാഷകരെ കണ്ട് സംസാരിച്ചു. അതിൽ മുകേഷിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ മാത്രമാണ് ഒരു തുടർ നടപടി ഇന്നുണ്ടായിരിക്കുന്നത്. ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയെ മുകേഷ് സമീപിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കോടതിയെ ഹർജി പരിഗണിച്ചു, ഫയലിൽ സ്വീകരിച്ചു. അതിനുശേഷം അടുത്ത മാസം 3 വരെ മുകേഷിൻ്റെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. മുകേഷ് പ്രധാനമായും ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, ഇത് താൻ നിരപരാധിയാണ്, തനിക്കെതിരെ വളരെ ബോധപൂർവം ചിലർ ചേർന്ന് ഗൂഢാലോചന നടത്തി കെട്ടിച്ചമച്ച കേസാണിത്. ഈ യുവതി ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളിൽ കഴമ്പില്ല. മാത്രവുമല്ല, ഇവർ തന്നെ പണം ചോദിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തതിനും സന്ദേശങ്ങൾ അയച്ചതിനും ഇമെയിൽ അയച്ചതിനുമൊക്കെ തെളിവുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിൽ ഇടപെടണം എന്നാണ് കോടതിയോട് മുകേഷ് ആവശ്യപ്പെട്ടത്. തനിക്ക് മുൻകൂർ ജാമ്യം നൽകണം, തൻ്റെ അറസ്റ്റ് തടയണം എന്നുമായിരുന്നു ആവശ്യം. ഏതായാലും പ്രയർ കോടതി പരിഗണിച്ചു, അറസ്റ്റ് തടഞ്ഞു. 3-ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദമായി വാദം കേൾക്കാനും കോടതി തീരുമാനിച്ചിട്ടുണ്ട്. മറ്റുള്ളവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയും ഉടനെ തന്നെ വിവിധ കോടതികളിൽ എത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ സിദ്ദീഖ് ഉൾപ്പെടെയുള്ളവർ, മണിയൻപിള്ള രാജു, ഇടവേള ബാബു ഉൾപ്പെടെയുള്ള ബാക്കിയുള്ളവരും കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലുമാണ്. അതിൻ്റെ തുടർ നടപടികൾ വരും മണിക്കൂറുകളിൽ ഉണ്ടാകും എന്ന് കരുതുന്നു. ഒപ്പം മറ്റൊരു കേസ്, രഞ്ജിത്തിനെതിരായ ബംഗാളി നടി ഉന്നയിച്ച പരാതിയിൽ അതിൽ തുടർ നടപടികളിലേക്ക് പോലീസ് കടന്നു. അതിൽ ബംഗാളി നടി ഒരു സാക്ഷി എന്ന നിലയ്ക്ക് സൂചിപ്പിച്ചിരുന്ന ഡോക്യുമെൻ്ററി സംവിധായകൻ ജോഷി ജോസഫിൻ്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മൊഴിയിലേക്ക് കടന്നിരിക്കുന്നത്. ഇനി അടുത്ത ഘട്ടമായി രഞ്ജിത്തിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്ന കാര്യത്തിലേക്കും അന്വേഷണ സംഘം കടക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ പല കോണുകളിൽ നിന്നുയർന്ന പല പരാതികൾ ഈ പ്രത്യേക അന്വേഷണ സംഘം അതിൻ്റെ യഥാർത്ഥ വസ്തുത അന്വേഷിച്ച് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായി മൊഴിയെടുക്കലും കേസ് FIR രജിസ്റ്റർ ചെയ്യലുമാണ് ഇതുവരെ പൂർത്തിയായിരിക്കുന്നത്. ഇനി അടുത്ത നടപടി എല്ലാവരെയും ചോദ്യം ചെയ്യുക എന്നുള്ളത് വരും ദിവസങ്ങളിൽ അത് പ്രതീക്ഷിക്കുന്നുമുണ്ട്. സാലി മുഹമ്മദ് വിവരങ്ങൾ നൽകിയത്.